പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കർത്താവ് നമ്മെവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. സംഭവബഹുലമായ ഓരോ ദിവസങ്ങൾ നമ്മളെ വിട്ട് മാറുമ്പോൾ പ്രത്യാശയോടെ പ്രതീക്ഷയോടെ ജീവിതത്തെ നോക്കിക്കാണുവാൻ ആമേൻ ആഗ്രഹത്തോടെ ഓരോ ദിവസവും ആമേൻ സ്തോത്രം അധ്വാനിച്ചുകൊണ്ട് മുന്നേറുമ്പോൾ ജീവിതത്തിൽ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി ആമേൻ കടന്നു വരുന്ന എല്ലാ ആമേൻ വിപത്തുകൾ, അനർത്ഥങ്ങൾ, അപകടങ്ങൾ, രോഗങ്ങൾ, അങ്ങനെ പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിൽ ആമേൻ സ്തോത്രമല്ലേ ലോകം പകച്ചു നിൽക്കുമ്പോൾ അതിൻ്റെ നടുവിൽ നമ്മളെ കൺമണി പോലെ സൂക്ഷിക്കുന്ന കർത്താവിൻ്റെ വിശ്വസ്തതയോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കർത്താവിൽ ആയിരിക്കുന്നത് കൊണ്ട് ആമേൻ നിലനിൽക്കുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കുമായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കുന്നത് ഓർത്ത് നന്ദിയോട് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ എല്ലാ സഹകരണത്തിനും നന്ദി, പ്രാർത്ഥനയ്ക്ക് നന്ദി. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. പ്രിയരെ, ദ ക്രൈസ്റ്റ് TV എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് ദൈവനാമത്തിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു. കാരണം അത് രാജ്യങ്ങളിലേക്ക് സുവിശേഷം എത്തിക്കുക എന്ന ലക്ഷ്യത്തോട് തുടങ്ങിയിരിക്കുന്ന ഒരു പദ്ധതിയാണതുകൊണ്ട് ആരും അത് ഉപേക്ഷയായി വിചാരിക്കാതെ നിങ്ങളുടെ ഒരു ലൈക്ക് ആയിരങ്ങളിലേക്ക്, പതിനായിരങ്ങളിലേക്ക് ഈ സന്ദേശത്തെ എത്തിക്കുവാൻ ഇടയായിത്തീരും. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ പോർക്കളത്തിൽ സുവിശേഷത്തോടുള്ള ബന്ധത്തിൽ ചേർന്ന് അധ്വാനിപ്പാൻ ദൈവം സഹായിക്കട്ടെ. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഫിലിപ്പിയ ലേഖനമാണല്ലോ, 3-ാം അധ്യായം, അതിൻ്റെ 17, 18, 19 വാക്യങ്ങൾ. സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും എന്നെ അനുകരിപ്പീൻ. ഞാൻ നിങ്ങൾക്ക് കാണിച്ച മാതൃക പ്രകാരം നടക്കുന്നവരെയും കുറികൊള്ളുവിൻ. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിൻ്റെ ക്രൂശിന് ശത്രുക്കളായി നടന്നു എന്നിപ്പോൾ കരഞ്ഞുകൊണ്ട് പറയുന്നു. അവരുടെ അവസാനം നാശം, അവരുടെ ദൈവം വയറ്. ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. ഹല്ലേലൂയ. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം പല വിഷയങ്ങളെ ആധികാരികമായി കൈകാര്യം ചെയ്യുമ്പോൾ ക്രിസ്തുവിൽ നിങ്ങളിൽ തികഞ്ഞവരെല്ലാം ഇങ്ങനെ ചിന്തിച്ചു കൊള്ളുവിൻ എന്ന് പറഞ്ഞതിന് ശേഷം ദൈവസഭയുടെ അടിസ്ഥാനമായിരിക്കുന്നത് അപ്പസ്തോലിക ഉപദേശമാണ് എന്ന്, അതുകൊണ്ട് നിങ്ങൾ അപ്പസ്തോലിക മാതൃക നിങ്ങൾ പിന്തുടരണമെന്ന് ഒരു സന്ദേശം വളരെ വ്യക്തമായി ദൈവസഭയ്ക്ക് കൈമാറുകയാണ്. ഹല്ലേലൂയ. പൗലോസോട് പറയാണ്, സഹോദരന്മാരെ, നിങ്ങൾ എല്ലാവരും എന്നെ അനുകരിപ്പീൻ. ഇപ്പൊ പൗലോസിനെ അനുകരിപ്പിൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പൗലോസിനെ അനുകരിക്കുക എന്നുള്ളതല്ല. 1 കൊരിന്ത്യർ 11:1 പറയുന്നത് പോലെ, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുകാരികളായിരിക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതാണ്: പൗലോസ് ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ ക്രിസ്തുവിനെ അനുകരിച്ചുകൊണ്ട് ക്രിസ്തുവിൽ എപ്രകാരം ജീവിച്ചു പോന്നുവോ അതുപോലെ നിങ്ങളും ക്രിസ്തുവിനെ അനുകരിച്ചുകൊണ്ട് ക്രിസ്തുവിൽ ജീവിച്ചു പോരണം. അതിന് ഞാനൊരു മാതൃകയാണ്. അപ്പസ്തോലിക ഉപദേശം എന്ന് പറഞ്ഞാൽ ദൈവസഭയുടെ അടിസ്ഥാന ഉപദേശത്തെ പറയുന്നതാണ്. ലോക്കൽ സഭകൾ അപ്പസ്തോലന്മാരുടെയും പ്രവാചകന്മാരുടെയും അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. യേശു അപ്പസ്തോലനാണ്, യേശു പ്രവാചകനാണ്, യേശു പുരോഹിതനാണ്, യേശു മിഷണറിയാണ്, യേശു ഉപദേഷ്ടാവാണ്, യേശു ഇടയനാണ്. അതുപോലെ തന്നെ യേശു തിരഞ്ഞെടുത്ത ശിഷ്യന്മാരിൽ അപ്പസ്തോലന്മാരിലും ഈ 5 വിധ ഓഫീസുണ്ട്. യേശു തിരഞ്ഞെടുത്ത പ്രവാചകന്മാരിലും 4 വിധ ഓഫീസുണ്ട്. ഇവിടെ പറയുന്നത് നിങ്ങൾ അപ്പസ്തോലിക ഉപദേശത്തിന്റെ മാതൃക അനുസരിച്ച് ജീവിക്കണം, അല്ലെങ്കിൽ അതിനെ നിങ്ങൾ പിന്തുടരണം. ഇപ്പൊ ദൈവസഭയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് അപ്പസ്തോലിക ഉപദേശത്തിനകത്തു നിൽക്കുന്നതാണ്. ഇന്ന് ഒരു ക്രൈറ്റീരിയം ഇല്ലാതെ ഉണ്ടെങ്കിൽ
വേർപെട്ടിരിക്കുന്നു എന്ന് പറയുന്ന ആത്മീയ ലോകത്തിന് ഒരു ക്രൈറ്റീരിയമില്ല. പട്ടത്ത സഭകളാകട്ടെ അവരുടെ പ്രവർത്തനമെല്ലാം പോകുന്നത് അവർ വിശ്വസിക്കുന്ന വിശ്വാസത്തിന്റെ ക്രൈറ്റീരിയക്കകത്ത് നിന്നുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഓരോ നാമധേയ ക്രിസ്തീയ സഭകൾക്കും ഓരോ ക്രൈറ്റീരിയ ഉള്ളത്. അവരുടെ വിശ്വാസം ക്രിസ്തു എന്ന ഒരു വ്യക്തിയിൽ നിൽക്കുമ്പോൾ തന്നെ അവർ ഫോളോ ചെയ്യുന്നത് വ്യത്യസ്തമായ ക്രൈറ്റീരിയയിൽ നിന്നുകൊണ്ടാണ്. അതുകൊണ്ടാണ് ആ സംഘടനകൾ അതിന്റെ കെട്ടുറപ്പിനകത്ത് നിലനിന്ന് പോകുന്നത്. ഇവിടെ സംഘടനയുടെ കെട്ടുറപ്പല്ല പറയുന്നത്. ബൈബിൾ പറയുന്നു ദൈവസഭ നിൽക്കേണ്ട, ദൈവസഭയുടെ ഉറപ്പ്, ദൈവസഭ നിലനിൽക്കേണ്ടത് അപ്പസ്തോലിക ഉപദേശത്തിനകത്തായിരിക്കണം. അതുകൊണ്ടാണ് അപ്പസ്തോല പ്രവർത്തികൾ അവർ അപ്പസ്തോലന്മാരുടെ ഉപദേശം കേൾക്കും. ഹല്ലേലൂയ. അപ്പൊ ദൈവസഭ അനുവർത്തിച്ചു വരേണ്ടത് അപ്പസ്തോലന്മാരുടെ ഉപദേശമാണ്. അപ്പൊ അപ്പസ്തോലന്മാരുടെ ഉപദേശം, അപ്പം നുറുക്കൽ, കൂട്ടായ്മ, പ്രാർത്ഥന, ഇങ്ങനെ കാറ്റഗറി തിരിച്ച് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്നിച്ചു കൂടുന്നതാണ് അപ്പസ്തോലന്മാരുടെ ഉപദേശം എന്ന് പറയുന്നത്. ഇന്ന് അവരവർക്ക് ഇഷ്ടമുള്ളതുപോലെ ദൈവവചനത്തെ അവർ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് അവരവരുടെ ഉപദേശം പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് സംഭവിച്ചു പോയി? ആത്മീയതയുടെ മൂല്യം നഷ്ടപ്പെട്ടു പോയി. ഒരു സ്വിച്ച് ഇടുമ്പോൾ മിഷ്യൻ അല്ലെങ്കിൽ ആ യന്ത്രം യാന്ത്രികമായി പ്രവർത്തിക്കുന്നത് പോലെ ഇന്ന് ആത്മീയ ലോകം ഒരു യാന്ത്രികമായി പ്രവർത്തിക്കുന്ന ഒരു ആത്മീയ ലോകമായി മാറി. പൗലോസ് വളരെ വ്യക്തമായി പറയാണ്, ഫിലിപ്പിയിലുള്ള വിശ്വാസികളോട് പറയുന്നത്, നിങ്ങൾ എന്റെ അനുകാരികളായിരിപ്പിൻ എന്ന് പറഞ്ഞാൽ ഞാൻ യേശുവിന്റെ അനുകാരിയായി നിങ്ങളുടെ മുമ്പിൽ ജീവിച്ച് കാണിച്ചതുപോലെ നിങ്ങളും യേശു ക്രിസ്തുവിന്റെ അനുകാരികളാകുവാൻ. 2 തെസ്സലോനിക്കർ 3:9 പറയുന്നു, അധികാരമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ ഞാൻ അനുകരിപ്പാൻ നിങ്ങൾക്ക് ഞങ്ങളെ മാതൃകയാക്കേണ്ടതിന് തന്നെ. അപ്പൊ യേശു ക്രിസ്തുവിലായിരിക്കുന്ന അപ്പസ്തോലിക ഉപദേശത്തിനകത്ത് ജീവിക്കുവാൻ കൃപ ലഭിച്ച വിശുദ്ധന്മാർ തിരിച്ചറിയണം, അഭിഷിക്തന്മാർ തിരിച്ചറിയണം. കർത്താവ് പറഞ്ഞു, നിങ്ങളെ തന്നെയും നിങ്ങളുടെ ഉപദേശത്തെയും പ്രസംഗിക്കുന്നവർ അവരുടെ ഉപദേശത്തെ അവർ തിരിച്ചറിയണം. അതിൽ നിലനിന്നാൽ നാം എന്ത് ഉപദേശമാണ് പഠിപ്പിക്കുന്നത്? യേശു പറഞ്ഞു, എനിക്ക് സ്വയമായി പഠിപ്പിക്കാൻ ഒന്നുമില്ല, എന്റേതായി നിങ്ങളുടെ കയ്യിലേക്ക് തരുവാൻ ഒന്നുമില്ല. ഞാൻ പറയുന്നതെല്ലാം പഠിപ്പിക്കുന്നതെല്ലാം എന്റെ പിതാവ് എനിക്ക് കൈമാറിയത് മാത്രമാണ്. വിശുദ്ധന്മാർ മറ്റുള്ളവരുടെ മുമ്പിൽ മാതൃകയോടെ ദൈവവചനത്തിന്റെ പരിജ്ഞാനത്തിൽ അപ്പസ്തോലിക ഉപദേശത്തിൽ നിലനിന്നാൽ, ഹല്ലേലൂയ. ഇന്ന് ഉപദേശങ്ങൾക്കൊന്നും യാതൊരുവിധ സ്വാധീനവും ക്രിസ്തീയ വിശ്വാസികളിൽ കാണാറില്ല. ഞാൻ ആരെയും കുറ്റം പറയുന്നുമല്ല, പൊതുവിൽ നമ്മൾ നോക്കിയാൽ കാണുന്ന ഒരു കാഴ്ചയാണ്. പ്രത്യേകിച്ച് വേർപെട്ടെന്ന് പറയുന്ന ക്രിസ്തീയ സമൂഹത്തെ കുറിച്ച് യാതൊരുവിധ മതിപ്പും ഇല്ലാത്തൊരവസ്ഥയാണ്. 1 തിമോഥെയോസ് 4:12 വരുമ്പോൾ പറയുന്നു, വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക. അപ്പൊ നമ്മുടെ വാക്കിൽ എപ്പോഴും നാം, അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങളുടെ വാക്ക് എപ്പോഴും ഉവ്വെന്നും ഇല്ലെന്നുമായിരിക്കണം. വിശുദ്ധന്മാരോട് പറയുന്നു, അതിലധികമായി വരുന്നത് ദുഷ്ടനിൽ നിന്നും, സാത്താനിൽ നിന്നും. ഹല്ലേലൂയ. ഇപ്പൊ നമ്മുടെ വാക്ക് എങ്ങനെയാണ്? ഇന്ന് നമുക്കറിയാം, സംസാരിക്കുന്നത് തന്നെ എന്തിന്റെങ്കിലും ഉദ്ദേശത്തിന്റെ പിമ്പിലായിരിക്കും. ആമേൻ. നിസ്വാർത്ഥമായി സത്യസന്ധമായി ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ നമ്മുടെ വാക്കുകളെ പ്രായോഗിക തലത്തിൽ കൈകാര്യം ചെയ്യുവാൻ പ്രാപ്തിയുള്ളവനായിരിക്കണം. അധമമായത് നിന്റെ
വായിൽ നിന്ന് മാറി ഉത്തമമായതിനെ പ്രസ്താവിക്കുവാൻ തയ്യാറായാൽ നിന്റെ വായ് എന്റെ വായാകുമെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വാക്കുകൾ നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പേ അത് ഉത്തമമായതാണോ അതോ അധമമായതാണോ എന്ന് തിരിച്ചറിയുക. വാക്കിൽ നാം കർത്താവിന്റെ അനുകാരികൾ ആകുവാൻ അപ്പോസ്തലന്മാർ ഉപദേശിച്ച ഉപദേശത്തിനകത്ത് നിലനിൽക്കുവാൻ കഴിയണം. നമ്മുടെ നടപ്പ് ആ നിലയിലായിരിക്കണം. വാക്കിൽ, നടപ്പിൽ, സ്നേഹത്തിൽ, വിശ്വാസത്തിൽ, ഇതെല്ലാം നമ്മളിൽ ക്രിസ്തുവിന്റെ അനുകാരിയായി പൗലോസ് മറ്റുള്ളവർക്ക് മാതൃകയായി അവരുടെ മുമ്പിൽ ജീവിച്ചതുപോലെ അതിന് പൗലോസിനെ പ്രാപ്തമാക്കിയെടുത്തത് അപ്പസ്തോലിക ഉപദേശമാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നു, നാമും അപ്പസ്തോലിക ഉപദേശങ്ങളെ മാതൃകയാക്കി ജീവിക്കുന്നവരായിരിക്കണം. ഇന്ന് ഉപദേശങ്ങൾക്കൊന്നും ഒരു പ്രാധാന്യമില്ലാത്ത കാലഘട്ടം, മാത്രമല്ല ഉപദേശങ്ങളെ ഇഷ്ടപ്പെടാത്ത ഒരു സമൂഹമായി മാറി. മദ്രാസിൽ ടൗണിൽ ഒരു IPC ചർച്ചിൽ ശുശ്രൂഷിക്കുവാൻ ദൈവം എനിക്കൊരു അവസരം തന്നു. എന്റെ ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ അവരെനിക്ക് വേറെ ഒരു 5 ദിവസത്തെ ഡേറ്റ് തന്നു. ഇത് വെള്ളിയാഴ്ച സംഭവിച്ച കാര്യമാണ്. ഞായറാഴ്ച സഭാരാധനയ്ക്ക് ഞങ്ങൾ ആ ചർച്ചിൽ തന്നെ പോകുവാനിടയെ തീർന്നു. ആരാധന തുടങ്ങി. ഒത്തിരി സന്തോഷമായിരുന്നു. സാക്ഷ്യത്തിന്റെ സമയമായപ്പോൾ ഞാൻ നോക്കുമ്പോൾ സഭയ്ക്കകത്ത് ആരുമില്ല. ആ സഭയുടെ ശുശ്രൂഷകനും ഞാനും എൻ്റെ കുടുംബമല്ലാതെ ആരും അതിനകത്ത് ഇല്ല. എൻ്റെ ഹൃദയത്തിനകത്തൊരു വലിയ വേദനയുണ്ടായി. ഞാനൊന്ന് ഈ ജനമെല്ലാം എങ്ങോട്ട് പോയെന്ന് ഒന്ന് കണ്ണോടിച്ച് നോക്കിയപ്പോൾ സഭയ്ക്കകത്ത് ദൈവത്തെ ആരാധിക്കാൻ വന്നവരെല്ലാം അവർ പുറത്തിറങ്ങിയിട്ട് അവർ കൊണ്ടുവന്നിരിക്കുന്ന ഭക്ഷണങ്ങൾ അവർ തുറന്ന് കഴിക്കുവാൻ തുടങ്ങി. എത്ര ഭയാനകമായ ഒരു വെർഷനായിരിക്കുന്നത്. അവരുടെ ദൈവം വയറ് എന്നാണ് ഈ നമ്മൾ വായിച്ച വാക്യങ്ങളിൽ പറയുന്നത്. കണ്ട, അപ്പൊ അവർ വന്നത് എന്തിനാ? ദൈവത്തെ ആരാധിക്കുവാൻ ദൈവവചനത്തിന്റെ വ്യവസ്ഥയിൽ അപ്പസ്തോലിക ഉപദേശം വെളിപ്പെടുത്തുന്നത് പോലെ ജീവിക്കാനല്ല. അങ്ങനെയായിരുന്നെങ്കിൽ അവർ വീട്ടിൽ തിറങ്ങുമ്പോഴേ ഭക്ഷണം കൊണ്ടുവരേണ്ടായിരുന്നു. ഇനി കൊണ്ടുവന്നാൽ ആരാധനയെല്ലാം കഴിഞ്ഞതിന് ശേഷം കഴിക്കേണ്ട ഒരു സാമാന്യ അറിവ് പോലും കാണിച്ചില്ല. ഉപദേശങ്ങൾക്കൊന്നും യാതൊരുവിധ സാധ്യതയുമില്ല. വഴിക്കടമെന്ന് പറയുന്ന സ്ഥലത്തെ ഒരു IPC ചർച്ചിൽ ശുശ്രൂഷിപ്പാൻ ഒരു അവസരം തന്നു. അവിടെ അവർ കൃപാവരങ്ങളൊന്നും അംഗീകരിക്കുന്നില്ല. ഹല്ലേലൂയ. മാത്രമല്ല, സാത്താനെ ഭത്സിക്കാൻ, സാത്താനോട് കമാൻഡ് ചെയ്യാൻ അവർ തയ്യാറുമല്ല. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത്, പ്രിയരെ, അപ്പസ്തോലിക ഉപദേശങ്ങളെല്ലാം ഇന്ന് നഷ്ടപ്പെട്ടതിന് തുല്യമായിരിക്കുന്നു. ഇന്ന് വാക്കിൽ, നടപ്പിൽ, സ്നേഹത്തിൽ, വിശ്വാസം, ഇതെല്ലാം അട്ടർമോസ്റ്റ് ഫെയിലായിരിക്കുന്നു. തീത്തോസിന് ലേഖനം എഴുതുമ്പോൾ പരിശുദ്ധാത്മ പറഞ്ഞു 2:7 നിന്നെ തന്നെ സൽപ്രവർത്തികൾക്ക് മാതൃകയാക്കി കാണിക്കുക. കണ്ട പ്രിയരെ, നമ്മുടെ ജീവിതം കർത്താവിന്റെ മുമ്പിലാണ് നമ്മൾ ജീവിക്കുന്നതെന്നും അതുകൊണ്ട് നാം സൽപ്രവർത്തികൾക്ക് മാതൃകയായി ക്രിസ്തു ഈ ഭൂമിയിൽ പിതാവിന്റെ മുമ്പിൽ എങ്ങനെ ജീവിച്ചു കാണിച്ചുവോ അതേപോലെ ക്രിസ്തുവിന്റെയും പിതാവിന്റെയും മുമ്പിൽ പൗലോസ് ക്രിസ്തുവിന് അനുകാരിയായി ജീവിച്ചു കാണിച്ചതുപോലെ അപ്പസ്തോലിക ഉപദേശത്തിനകത്ത് നിന്നുകൊണ്ട് നാമും ക്രിസ്തുവിന്റെ അനുകാരികളായി ജീവിപ്പാൻ ദൈവത്തിന്റെ ആത്മാവ് ഫിലിപ്പിയിലെ വിശുദ്ധന്മാരെ ഉറപ്പിക്കുകയാണ്. ഇന്ന് സ്നേഹം എന്നൊക്കെ പറയുന്നത് വെറും കപടമായ പൊയ്മുഖങ്ങളാണ്. യേശു പറഞ്ഞു, നിങ്ങൾ ഹൃദയം കൊണ്ട്
അകന്നിരിക്കുമ്പോൾ നിങ്ങൾ അതരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു. ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റിയാണെന്ന് വിശ്വാസ സമൂഹത്തിൽ നമുക്ക് ദർശിക്കാൻ കഴിയുന്നത്. മുഖപക്ഷം ഉണ്ടാകരുതെന്ന് കർത്താവിന്റെ വചനം പറയുമ്പോൾ ഇവിടെ മുഖപക്ഷം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് സത്യം. ഹല്ലേലൂയ. വേർതിരിവുകൾ മാത്രമേ ഉള്ളൂ. സ്തോത്രം. വിശ്വാസം ഒന്ന്, ആത്മാവ് ഒന്ന്, ദൈവം ഒരുവൻ എന്നെല്ലാം അടിസ്ഥാനമായി പഠിപ്പിക്കുമ്പോൾ ഇന്ന് പലവിധ വിശ്വാസങ്ങൾക്കകത്താണ് നിൽക്കുന്നത്. ഹല്ലേലൂയ. ഓരോ വ്യക്തികളിലും വസിക്കുന്ന ആത്മാവ് ഏതാണെന്ന് പോലും അവർക്ക് ഉറപ്പില്ല. പ്രിയരെ, നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കുന്നു? ഏതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ നമ്മൾ പിന്തുടരുന്നത്, അല്ലെങ്കിൽ നമ്മൾ ആ ജീവിതം നയിക്കുന്നത്? എന്തിന്റെ അടിസ്ഥാനമാണ്? കർത്താവിന്റെ വചനം വളരെ വ്യക്തമായി പറയുന്നു, അപ്പസ്തോലിക ഉപദേശത്തിനകത്ത് ജീവിക്കുവാൻ. വചനം ഇങ്ങനെ പറയുന്നു, അവർ അപ്പസ്തോലന്മാരുടെ ഉപദേശം കേട്ടു. ഹല്ലേലൂയ. ദൈവസഭ അനുവർത്തിക്കേണ്ടത് അപ്പസ്തോലന്മാരുടെ ഉപദേശമാണ്. പരസ്പരം പാരവെച്ചും സ്വാർത്ഥ താല്പര്യങ്ങളുടെ നേട്ടത്തിന് വേണ്ടി ഏത് നിലവരെയും താഴേക്കിറങ്ങിപ്പോയി ലോകം ചെയ്യുന്നതിനേക്കാൾ ഹീനമായ നിലയിൽ ഇടപെടുവാൻ തക്കവണ്ണം നമുക്കാർക്കും ആ നിലയിൽ ആയിരിക്കാൻ ദൈവവചനം നമ്മെ സമ്മതിക്കുന്നില്ല. സ്നേഹിക്കാൻ നമുക്ക് കഴിയട്ടെ. സ്നേഹിക്കാൻ നമുക്ക് കഴിയട്ടെ. ഹല്ലേലൂയ. ക്രിസ്തു തന്റെ സ്നേഹം കാൽവരിയിലെ മരണത്തിലൂടെ മാനവകുലത്തിന് മനസ്സിലാകുന്ന നിലയിൽ വെളിപ്പെടുത്തിയെങ്കിൽ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും അന്യോന്യം സ്നേഹിപ്പീൻ എന്നൊരു കൽപ്പന ദൈവം നമ്മുടെ മേൽ കൈമാറിയെങ്കിൽ ആമേൻ. അന്ത്യകാലത്തിന്റെ പ്രത്യേകതയെക്കുറിച്ച് പറയുമ്പോൾ വചനം പറയുന്നു, അന്ത്യകാലത്ത് ആമേൻ വിശുദ്ധന്മാർ സ്വസ്നേഹികളായി തീരുമെന്നാണ്. അവർ അവരെ മാത്രം സ്നേഹിക്കുന്ന നിലയിൽ അവർ ആമേൻ തീരെ ഡീപ്പിലേക്ക് ഇറങ്ങിപ്പോകുന്നതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കുന്നു? ഹല്ലേലൂയ. കർത്താവിന്റെ വചനം പറയുന്നു, 1 പത്രോസ് 5:3 വരുമ്പോൾ പറയുന്നു, ഉന്മേഷത്തോടും ഇടവകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, ആട്ടിൻകൂട്ടത്തിന് മാതൃകകളായി തീർന്നുകൊണ്ട് അധ്യക്ഷത ചെയ്യുകയും. അപ്പൊ ദൈവമാക്കി വെച്ചിരിക്കുന്ന ഓരോ ശുശ്രൂഷകന്മാരും അവൾ അധികാരത്തെ സ്തോത്രം വിനിയോഗിച്ചുകൊണ്ട് ജീവിക്കുന്നവരായിട്ടല്ല, പ്രത്യുത അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയും അവരുടെ കയ്യിൽ തന്നിരിക്കുന്ന ആടുകളുടെ മുൻപിൽ മാതൃകയോടെ ജീവിക്കുന്നവരായിരിക്കണം. അധികാരത്തിന്റെ ധാർഷ്ട്യം ഇന്ന് ആത്മീയ കോളത്തിൽ വളരെ അധികമായി വ്യാപരിച്ചു കഴിഞ്ഞു. ക്യാൻസർ പോലെ പടർന്നു കഴിഞ്ഞു. കർത്താവ് പറഞ്ഞു, നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവനെല്ലാം ദാസനാകട്ടെ. ഒരു ദാസന്റെ നിലവാരത്തിലേക്ക് ഇറങ്ങി വരാൻ കഴിയണമെങ്കിൽ അവനിൽ റിയലായി
അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങളുടെ റൈറ്റായ ശരിയായ വെളിപ്പാടിനെ പ്രാപിപ്പാൻ കഴിയണം. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ നാം തിരിച്ചറിയുക, ഓരോ എലമെന്റും എടുത്തെടുത്ത് പഠിപ്പിക്കാൻ തുടങ്ങിയാൽ ദിവസങ്ങളോളം പോകും. ഞാൻ അതിലേക്കൊന്നും വരുന്നില്ല. പണ്ട് പഴയ നിയമ ഭക്തന്മാർ അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് പഠിപ്പിക്കുക, ഓരോന്നും കാറ്റഗറി തിരിച്ച് പഠിപ്പിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ഇവിടെ പറയാണ്, ആമേൻ, നമ്മൾ എങ്ങനെയായിരിക്കുന്നു എന്ന്. ഫിലിപ്പിയർ 4:9 വരുമ്പോൾ പറയുന്നത്, എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടും ഉള്ളത് പ്രവർത്തിപ്പീൻ. അപ്പൊ ഇന്ന് ശരിയായ നിലയിൽ തിരുവചനം പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ദൈവവചനം വെളിപ്പെടുത്തിയിരിക്കുന്ന അപ്പോസ്തോലിക ഉപദേശത്തിനകത്ത് ജീവിപ്പാൻ കഴിയാതെ തന്നിഷ്ടപ്രകാരം ജീവിക്കുന്ന ഒരു ആത്മീയ ലോകം പടുത്തുയർത്തപ്പെട്ടു കഴിഞ്ഞു. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇന്നു മുതലെങ്കിലും ദൈവവചനം വായിക്കാൻ തുടങ്ങും. പറ, പരിശുദ്ധ ആത്മാവേ, അങ്ങ് ഞാൻ ഈ വായിക്കുന്ന ദൈവത്തിന്റെ വചനം അതിന്റെ സത്യസന്ധമായ നിലയിൽ എന്നെ ഗ്രഹിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ വായിക്കാൻ തുടങ്ങുക. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായി തീരും. 1 തെസ്സലോനിക്കർ 1:6 വരുമ്പോൾ അവിടെ പറയുന്നു, സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നിരിക്കുന്നു. കണ്ട, പ്രസംഗിക്കപ്പെട്ട വചനം, വെളിപ്പെടുത്തിയ വചനങ്ങൾ അവർ സന്തോഷത്തോടെ സാക്ഷാൽ ദൈവത്തിന്റെ വചനമായി തന്നെ അവർ കൈക്കൊണ്ടു. ദൈവവചനം നമ്മൾ എങ്ങനെ സ്വീകരിക്കുന്നത്? നമ്മുടെ അതിനുള്ള മനോഭാവം എന്താണ്? പ്രിയരെ, നമ്മുടെ ജീവിതം ഏതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തെ നമ്മൾ ബിൽഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? കർത്താവിന്റെ ദാസൻ ആത്മാവിൽ ദൈവസഭയെ പ്രബോധിപ്പിച്ചുകൊണ്ട് എഴുതുകയാണ്, നിങ്ങൾ അപ്പോസ്തോലിക മാതൃക അനുകരിക്കുന്നവരായിരിക്കും. ഹല്ലേലൂയ. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തിരിച്ചറിയട്ടെ, ദൈവവചനത്തിന്റെ ഉപദേശങ്ങളെ നാം തിരിച്ചറിയണമെങ്കിൽ അപ്പോസ്തലന്മാരുടെ ടീച്ചിങ്ങിനകത്ത് നിന്ന് പഠിപ്പിക്കുവാൻ ദൈവസഭ തയ്യാറാകട്ടെ. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ ദൈവവചനത്തിന്റെ പ്രസക്തി നാൾതോറും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിനകത്തുനിന്നൊരു തലമുറ അപ്പോസ്തോലിക ഉപദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് കർത്താവിന്റെ സഭയെ പണിതെടുക്കുവാൻ നാം ഓരോരുത്തരും അതിന്റെ ഭാഗമായി തീരണം എന്ന ദൈവഹൃദയത്തിലെ ആഗ്രഹമാണ്. ഇവിടെ നിങ്ങൾ എന്തു നേടി എന്നത് ദൈവമുമ്പാകെ വിശേഷതയുള്ളതല്ല. ഇവിടെ നാം എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ്. നമ്മുടെ മാനദണ്ഡത്തിൽ ദരിദ്രൻ എന്ന് പറഞ്ഞാൽ ജനനം മുതലേ അവന്റെ ജീവിതത്തിൽ ഭൗതികമായ മേഖലകളെല്ലാം പരാജയപ്പെട്ട് ഒരു നന്മയുമില്ലാതെ ആയിരിക്കുന്ന വ്യക്തിയാണ് നമ്മൾ ദരിദ്രൻ എന്ന് പറയുന്നത്. എന്നാൽ വിശുദ്ധ വേദപുസ്തകം പഠിക്കുന്ന ഒരാൾക്ക് കാണാൻ പറ്റും, ദരിദ്രനായിരിക്കാൻ കഴിഞ്ഞാൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടവനെന്നാണ് ഗിരിപ്രഭാഷണത്തിൽ പറയുന്നത്. ആത്മാവിൽ ദരിദ്രനായിരിക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ ഒരിക്കൽ സമ്പന്നനായി ജീവിച്ചൊരു വ്യക്തിക്ക് മാത്രമേ ദരിദ്രനാകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ അവൻ സമ്പന്നനായിരുന്നിട്ടും നമ്മൾ സമ്പന്നനാകേണ്ടതിന് നമുക്ക് വേണ്ടി ദരിദ്രനായി തീർന്നു. ആമേൻ. ആത്മീയ വിഷയങ്ങളിൽ അപ്പോസ്തോലിക ഉപദേശങ്ങളിൽ അടിസ്ഥാനപ്പെട്ടൊരു ക്രിസ്ത്യ ജീവിതം നയിക്കുമ്പോൾ തെറ്റായി പഠിക്കാതെ ശരിയായ നിലയിൽ പഠിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ഈ സമയം
പ്രാർത്ഥിക്കുക. അപ്പോസ്തോലിക ഉപദേശത്തിനകത്ത് നിന്നുകൊണ്ട് ക്രിസ്തുവിനെ പ്രസാദിപ്പിച്ച് ജീവിക്കാനാണോ? ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. ഇവിടെ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിന്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നു എന്നിപ്പോൾ കരഞ്ഞുകൊണ്ട് പറയുന്നു. അവരുടെ അവസാന നാശം, അവരുടെ ദൈവം വയറ്. ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. കണ്ട, 3 കാര്യം പറയാണ്. അപ്പൊ അപ്പസ്തോലിക ഉപദേശത്തിനകത്ത് നിലകൊള്ളാത്ത വ്യക്തികൾ എങ്ങനെയായിരിക്കുന്നു? 1, അവരുടെ ദൈവം വയറായിരിക്കുന്നു. 2, ഇവിടെ പറയുന്നു അതവർക്ക് നാശമായിരിക്കുന്നു. ആമേൻ. 3, അവർ ലജ്ജയായതിൽ മാനം കാണുന്നു. ഈ പറയുന്ന കാറ്റഗറി പ്രസംഗിക്കുന്ന എന്റെ ഉപദേശമല്ല കേട്ട. ഞാൻ ആരെയും ഡിസ്ക്രിമിനേഷൻ ചെയ്യുകയല്ല. പക്ഷേ ദൈവസഭയുടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറഞ്ഞ കാര്യമാണ് നമ്മൾ വായിച്ചതും കേട്ടതുമൊക്കെ. അതെനിക്കും നിങ്ങൾക്കും ബാധകമാണ്. കർത്താവിന്റെ വചനം അവിടെ വളരെ വ്യക്തമായി പറയുന്നു, നാം ഇങ്ങനെ ആയിരിക്കരുത്. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ ദൈവം യേശു ആയിരിക്കണമെങ്കിൽ അപ്പസ്തോലിക ഉപദേശത്തിന്റെ മാതൃക പിന്തുടരുവാൻ തക്കവണ്ണം നാം ആയിരിക്കുന്ന തലങ്ങളിൽ നിന്നും പുറത്തു വന്ന് അതിനായി നമ്മെ വിട്ടുകൊടുക്കുവാൻ തയ്യാറാകണം. ആയതിനാൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, കർത്താവിന്റെ വചനം വളരെ വ്യക്തമായി പറയുന്നു, ചക്കരവാക്കും മുഖസ്തുതിയും പറഞ്ഞ് സാധുക്കളുടെ ഹൃദയങ്ങളെ വഞ്ചിച്ചു കളയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ഇതെന്നാ റോമർ 16:18 ഈ ദൂത് കൈമാറുമ്പോൾ, ദൈവസഭയ്ക്ക് ദൂത് കൈമാറുമ്പോൾ ഇന്നും ഈ വാക്കുകളുടെ പ്രസക്തി നഷ്ടപ്പെട്ടിട്ടില്ല. ആരും നിങ്ങളെ ചക്കരവാക്കും മുഖസ്തുതിയും പറഞ്ഞ് അപ്പസ്തോലിക ഉപദേശത്തിൽ അന്തർലീനമായിരിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ കഴിയാതെ വണ്ണം നിങ്ങളെ അതിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്ന ആമേസ്തത്വം എല്ലാറ്റിൽ നിന്നും നിങ്ങൾ തിരിച്ചറിഞ്ഞ് പുറത്തു വരിക. അതുകൊണ്ട് ദൈവത്തിന്റെ പൈതലേ, വളരെ ജാഗ്രതയുള്ളവരായി ശത്രുവിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അപ്പസ്തോലിക മാതൃക പിന്തുടരുവാൻ, ദൈവസഭയ്ക്ക് ദൈവം വെച്ചിരിക്കുന്ന മാതൃകയ്ക്കൊത്തവണ്ണം ജീവിക്കുവാൻ കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും പ്രാപ്തമാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്കൂടെ വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.